നെഗറ്റീവ് കമന്റ്സ് ഏതെങ്കിലും ഒരെണ്ണം മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടോ? തളർത്തിയിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. അല്ല, ആ ഒരു ഇത് കണ്ടിട്ട് മോട്ടിവേഷൻ ആണോ വന്നത്? നമ്മൾ എന്ത് കാര്യം അത് എത്ര 100% പെർഫെക്റ്റ്ലി എന്ത് ഒരു നല്ല കാര്യം ചെയ്താലും നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും ഒരു 50% നെഗറ്റീവ് നമ്മളങ്ങ് വിചാരിച്ചേക്കുക, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടിക്കും അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഉണ്ട്. എല്ലാ ആൾക്കാരിലും നല്ലതും ഉണ്ട്, ചീത്തയുണ്ട്. ഇതേ മനുഷ്യർ തന്നെയാണ് എല്ലാ വിഭാഗത്തിലും ജോലിക്ക് പോയത്. പക്ഷെ ബേബി ഡിഷൻ എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങൾ. പിന്നെ സൈസാറിന് ഇപ്പോഴത്തെ ലോ അറിയാൻ ഒരു പെണ്ണ് ഏത് തെണ്ടിയെ വേണേലും കേട്ട പെരിയ ബുദ്ധിസാലി പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററാ, CM தன் டார்கெட்டா? ஆமாண்டா, CM தன் டார்கெட். உன்னாலே CM-ஐ காப்பாற்ற முடியுமா? முடியாது. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി ഒരു നടനാണെന്ന് പറയാം, അതിലുപരി ഒരു പോലീസുകാരനാണെന്ന് കൂടി പറയാം. സോ ലെറ്റ്സ് വെൽക്കം ആക്ടർ കോപ്പ് എന്നറിയപ്പെടുന്ന ബിബിൻ ജോസഫ്. താങ്ക് യു. ഓക്കെ, അപ്പം എന്താണ് പുതിയ പുതിയ പരിപാടികൾ? പുതിയത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നടന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡിസംബറിൽ 1-2 പരിപാടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസം ഒരു പരിപാടി ഉണ്ട്, അത് ഒഫീഷ്യലി കൺഫേം ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ത്രൂ ഔട്ട് പരിപാടിയാണ്, ക്ലിക്ക് ആവുമെന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം സിനിമ പ്രൊജക്റ്റ് ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു 4-5 സിനിമ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടെന്ന് കേട്ടു, ഒരു കരക്കമ്പി കേട്ടു. ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞതൊന്നും കൺഫേം ആയിട്ടില്ല. എല്ലാം ഒരു പ്രീ വർക്കിലൊക്കെ നിൽക്കുന്ന പരിപാടികളാണ്. അപ്പം നമുക്കും അത് പറയാനായിട്ട്, കാരണം അവർ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന അന്ന് നമുക്ക് സംസാരിക്കാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പം മിനി സ്ക്രീനിൽ കാണട്ടെ ഉടനെ തന്നെ. അപ്പം നമ്മൾ മെയിനായിട്ട് റീൽസ് നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ആ നടൻ മുന്നിൽ വന്ന് ആക്ട് ചെയ്യുക, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബിബിൻ എന്ന് വിളിക്കണം, അത് ആക്ടർ കോപ്പ് എന്ന് വിളിക്കണം? ബിബിൻ എന്ന് വിളിക്കാം. അപ്പോൾ ബിബിൻ നല്ല രീതിക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് എടുത്തു പറയാനുള്ള, ഈ ആക്ട് ചെയ്ത വീഡിയോസ് ഇടുമ്പം നമ്മുടെ ജോജു ചേട്ടൻ, പിന്നെ അഭിലാഷ് പിള്ള, പിന്നെ ആശിഷ് വിദ്യാർത്ഥി, ഇങ്ങനെ പല ആർട്ടിസ്റ്റുകളും കമൻറ്റ് ചെയ്ത് ഞാൻ കാണാറുണ്ട്. സോ മനോജ് കെ ജയൻ, അങ്ങനെ ഒരുപാട് പേര്. കാരണം അവരെയൊക്കെ പല ഭാവങ്ങളാണ് വരുന്നത്. ഒരു നടനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് അയാളുടേതായ മാനറിസം കാര്യങ്ങളുണ്ടാവും, അടുത്തൊരു നടനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് അയാളുടെ ഇതുണ്ടാവും. സോ അതെങ്ങനെയാണ് പിന്നെ കറക്റ്റ് അവരുടെ ഇത് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്? കാരണം ആളൊരു പോലീസുകാരനാണ്, ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും ടൈം കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തും? പോലീസുകാരനാകുന്നതിന് മുമ്പേ ചെറുപ്പത്തിൽ തന്നെ ഒരു സിനിമ മോഹി എന്ന് പറഞ്ഞ സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടുള്ള എല്ലാ സിനിമകളും നമ്മളത് നമ്മുടെ ഓൾറെഡി നമുക്ക് അതിൻ്റെ ഡയലോഗുകൾ, അതിൻ്റെ സീനുകൾ, അടുത്തത് ഇപ്പോൾ വരാൻ പോകുന്ന ആ സീനാണ്, അല്ലെ അടുത്ത എന്താണ് ഡയലോഗ് പറയാൻ പോകുന്നത്, അതെല്ലാം നമ്മൾക്ക് ഇങ്ങനെ ഒരു നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ സിനിമയിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ്. പക്ഷെ പോലീസിലായിരുന്നപ്പോഴും ഇതെല്ലാം അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതിനൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കി, അത് കുഴപ്പമില്ലാതൊക്കെ ഔട്ട് കിട്ടി, അങ്ങനെയാണ് അതിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് പിന്നെ എല്ലാ ഭാവങ്ങളും വരണം, അതിനനുസരിച്ച് ലിപ്സിങ്കും കാര്യങ്ങളും വരണം. എത്ര ടേക്കോളം പോവാറുണ്ട്? 10-25 രൂപയ്ക്ക് വരെ പോയത് എണ്ണിയിട്ടുണ്ട്. പിന്നെ അതായത് ഞാൻ പരമാവധി ചെയ്യുമ്പോൾ ചിലത് നമുക്ക് കിട്ടാൻ പാടാം. അത് ചിലപ്പോൾ ചെറിയൊരു ഇതായിരിക്കും, പക്ഷെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം എവിടെയെങ്കിലും ഒരു ലിപ്സിങ് പോവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇമോഷൻ ബ്രേക്ക് ആയി പോകും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് എങ്ങനെയല്ലോ അത് പെർഫെക്റ്റ് ആക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ തന്നെയാണ് ക്യാമറ കൺട്രോൾ ചെയ്യുന്നത്, എല്ലാം ബൈ ക്യാമറയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അങ്ങനെ വെച്ച് തന്നെ അത് ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞാൽ അതിൽ നിന്ന് ഔട്ടായി പോകും. ബൈ ക്യാമറയാണല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ ക്യാമറ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് അങ്ങനെ ചില എനിക്ക് 10-25 വരെയൊക്കെ പോയിട്ടുണ്ടാവും. ചിലതൊക്കെ ഒരു 2 മണിക്കൂറൊക്കെ അത് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പിന്നെ ചെയ്തത് ഇത് ശരിയായില്ല, പിന്നെ ചെയ്യാം എന്നുള്ളതില്ല. അപ്പം ചെയ്ത് അപ്പം റെഡിയാക്കുക, ഇല്ല പിന്നെ അത്
എന്നാലും പിന്നീട് ഒന്നുകൂടെ നോക്കാം. അത് റെഡിയാക്കിയിട്ടേ പോവുള്ളൂ. അങ്ങനെ റെഡിയാക്കാൻ പറ്റുന്നതെന്ന് തോന്നി നമ്മൾ റെഡിയാക്കിയിട്ട് പോവാം. മേ ബി അതുകൊണ്ടായിരിക്കാം കുഴപ്പമില്ലാതെ പോകുന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇപ്പം എല്ലാവരും പറയും ഫഹദ് ഫാസിലിന്റെ ഒരു കട്ടുണ്ട്, കണ്ണൊക്കെ ഫഹദ് ഫാസിലിനെ പോലെയല്ലേ. പക്ഷേ എനിക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് കറക്റ്റ് ആരെ പോലെ തോന്നിയെന്നറിയോ? നമ്മുടെ ആശിഷ് വിദ്യാർത്ഥി ഇല്ലേ, കറക്റ്റ് എനിക്ക് തോന്നിയത് ആശിഷ് വിദ്യാർത്ഥിയുടെ ആ ഒരു സംഭവമാണ്. കാരണം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഓക്കെ കറക്റ്റ് ഫഹദ് ആണെന്ന്, പക്ഷെ എൻ്റെ നേരെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ആളുടെ ഒരു സംഭവമാണ് കൂടുതൽ എനിക്ക് ഇവിടുന്ന് കുമ്പിടി. അതെ, എവിടേക്കോ ആളുടെ ചെറിയൊരു കട്ടുണ്ടെന്ന് പറയാം. പിന്നെ വേണമെങ്കിൽ ആളെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് സീരിയസ് ആകുമ്പോഴേക്കും ആശിഷ് വിദ്യാർത്ഥി, ഒന്ന് ഫണ്ണി ആകുമ്പോൾ ഫഹദ് ഫാസിൽ, എല്ലാ മുഖഭാവങ്ങളും മിന്നി മറിയുന്ന ഒരു മുഖം തന്നെയാണെന്ന് പറയാം. സോ ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയുമ്പം പല റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു പോലീസുകാരനാകുമ്പം. സോ ഇങ്ങനെ റീല് കാര്യങ്ങൾ ചെയ്യുമ്പം അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റീല് കാര്യങ്ങൾ ചെയ്താൽ ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല, അത് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ നമ്മൾ മേടിക്കണം എന്നാണ്. അത് നമ്മൾ മേടിച്ചിട്ട് തന്നെയാണ് ഇതുവരെ 1-2 ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്തിരിക്കുന്ന എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ മേടിച്ചിട്ടാണ്. പിന്നെ ചെയ്യാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, തീർച്ചയായും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റീല് കാര്യങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണേലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നാണേലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണേലും നീ എന്തിനാ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിനക്ക് നിൻ്റെ വർക്ക് നോക്കി പോയിക്കൂടെ, ആ രീതിയിലുള്ള എന്തെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരും പോലീസ് ജോലി ഉപേക്ഷിച്ച് ഈ ഒരു പരിപാടിയിലേക്ക് കയറുന്ന ഞാൻ കുറേ കമൻറ്റുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും വരുന്ന പോലെ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ ഇവിടെയും വരും. നമ്മളത് ഇപ്പോൾ അത് നോക്കാറില്ല. പിന്നെ പൊതുവെ അങ്ങനെ ഒരു ടോക്ക് കേൾക്കേണ്ട വന്നിട്ടില്ല. എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നത്. വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ. അപ്പം നെഗറ്റീവ് കമന്റ്സ് ഏതെങ്കിലും ഒരെണ്ണം മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടോ? തളർത്തിയിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. അല്ല, ആ ഒരു ഇത് കണ്ടിട്ട് മോട്ടിവേഷൻ ആണോ വന്നേ? നമ്മൾ എന്ത് കാര്യം അത് എത്ര 100% പെർഫെക്റ്റ്ലി എന്ത് ഒരു നല്ല കാര്യം ചെയ്താലും നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും ഒരു 50% നെഗറ്റീവ് നമ്മളങ്ങ് വിചാരിച്ചേക്കുക, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടിക്കും അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആദ്യം അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ആളുകളിലേക്ക് ഇറങ്ങി അങ്ങനെ പോയി കഴിയുമ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഞാനതിനെ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം എനിക്ക് അതുവഴി വെറുതെ നമ്മളത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും പറയുന്നില്ല, ആദ്യം ഒരു നെഗറ്റീവ് കമന്റ് അല്ലെ 2 നെഗറ്റീവ് കമന്റ് വരുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. നെഗറ്റീവ് കമന്റുകളോട് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. നമ്മളത് എന്തായാലും നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ട്, അത് കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. അല്ല ആരെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിക്കാനോ തെറിയേക്കാനോ ആയിട്ടുള്ളൊരു പരിപാടി അല്ല നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഇടാറുള്ളൂ. ആൾക്കാർ അതിൽ എന്റർടൈൻ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഞാനത് ഇടാറുള്ളൂ. അത് 100% ഞാൻ നീതി പുലർത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഇങ്ങനെ റീൽസ് ലിപ്സിംഗ് അല്ലാതെ ഓൺ വോയിസ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓൺ വോയിസ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഓഡീഷൻ ഗോളിനൊക്കെ വിളിക്കുമ്പോൾ അയക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഈ ഇതിലൊരു വീഡിയോ ഞാൻ അയച്ചു കൊടുക്കാറില്ല. ഞാൻ എപ്പോഴും അയച്ചു കൊടുക്കാറുള്ളത് ഞാൻ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് ഒരു ഓൺ വോയിസ് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ചെയ്യാനുള്ള സാഹചര്യക്കുറവ് ഉള്ളത് കൊണ്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓൺ വോയിസ് ചെയ്യുമ്പോൾ മറ്റ് സൗണ്ടുകൾ പുറത്തുനിന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്. അതുപോലെ ഒരു വീഡിയോ പിടിക്കാനായിട്ട് ആൾ വേണം. കാരണം ഒറ്റയ്ക്ക് നിന്നിട്ട് ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ ഇച്ചിരി പാടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ 2 ക്യാരക്ടർ വേണ്ടി വരും. അപ്പോൾ ചെയ്യാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ആൾ വേണം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് എല്ലാവരുടെ സമയം റെഡി ആവണമെന്നില്ല. ഇപ്പോൾ മീൻസ് വൈഫാണ് എടുത്തു തരുന്നതെങ്കിലും ഞാൻ ചിലത് എടുപ്പിക്കാറുള്ളൂ. പരമാവധി ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, ഞാൻ തന്നെയാണ് എടുക്കുന്നതെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓൺ വോയിസ് എടുക്കും. അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട്. കണ്ടന്റ് അതുപോലെ വേണം. അതും നല്ല കണ്ടന്റ് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളൊരു വലിയ കണ്ടന്റ് റൈറ്ററോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കൊള്ളാം, പെട്ടെന്ന് അന്ന് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കൂടെ അപ്പോൾ ആളുണ്ടെങ്കിൽ, ആയിട്ട് നിൽക്കുന്ന ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ അങ്ങ് എടുത്തു പോകും. അങ്ങനെ 1-2 വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ അതുകൊണ്ടാണ് ഇതിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ്, ഞാൻ നേരത്തെയും ചോദിച്ചു, പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെ ടൈം കിട്ടുന്നത്? പ്രാക്ടീസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വണ്ടിയിൽ വരുമ്പോഴോ ഈ വോയിസ് എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറയുന്ന കാറിലോ അല്ലെ ബസ്സിലോ എവിടെയെങ്കിലും ആണെങ്കിൽ, അല്ലെ വർക്കിംഗ് ടൈമിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ വോയിസ് നമ്മുടെ ഇത് ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ ഓടുന്നത്. അപ്പോൾ അത് ഏറ്റവും ആദ്യം ബൈ ഹാർട്ട് ആക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ടപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ
ഇപ്പം ആശിഷ് വിദ്യാർത്ഥി സാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ചെസ് എന്ന് പറഞ്ഞ സിനിമ അല്ലെ സി ഡി മൂസ എന്ന് പറഞ്ഞ സിനിമയൊക്കെ എനിക്കിപ്പോഴും കുറേ കാര്യങ്ങൾ നമുക്ക് മനഃപ്പാടോ എന്തായാലും അതൊരു ഈ പറഞ്ഞ ചെസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഉദാഹരണം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഒരുപാട് തവണയൊന്നും കണ്ടിട്ടുള്ളൊരു പടമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 10-15 തവണയിലും ആ പടം ചെസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. സി ഡി മൂസയൊക്കെ എന്തായാലും ഒരു 25-30 മേളിൽ അതിന് മേളിലേ ഉള്ളൂ. എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു എണ്ണം അറിയില്ല. എന്തായാലും അത്രയും തവണ കണ്ടതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ മൈൻഡിലാണ്. ഇത് കഴിയുമ്പോൾ അടുത്ത സീനാണെന്ന് വരെ നമുക്ക് അറിയാം. അതുപോലെ അത് ബൈ ഹാർട്ടഡ് ആണ്. അതുകൊണ്ട് അത് ഈസിയാണ്, എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ബാക്കി ഒന്ന് ഫുൾ ഒന്ന് കറക്റ്റ് ആക്കിയാൽ ബാക്കി കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ഓൺ വോയിസിൽ നമുക്കൊന്ന് ആശിഷ് വിദ്യാർത്ഥിയെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? അത് വേണോ? ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തോ. കാരണം എവിടേക്കോ ഒന്ന് ശ്രമിച്ച് കഴിഞ്ഞാൽ ഒരു ആശിഷ് വിദ്യാർത്ഥിയെ നമുക്ക് നേരിൽ കാണാമെന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചെറുതായിട്ട് സൗണ്ട് ആ മോഡുലേഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടും, പിബിന് കിട്ടും. ശ്രമിച്ചു നോക്കും. അപ്പോ പിബിൻ ജോസഫിൽ നിന്ന് പിന്നെ നമ്മുടെ ആശിഷ് വിദ്യാർത്ഥിയായി മാറാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ട് ചെയ്യാം. பெரிய புத்திசாலி, பிரைவேட் இன்வெஸ்டிகேட்டரா, சிஎம் தான் டார்கெட்டா? ஆமாண்டா, சிஎம் தான் டார்கெட். உன்னாலே சிஎம்ஐ காப்பாற்ற முடியுமா? முடியாது. അത് ഞാൻ ശ്രദ്ധിച്ചേ, ഫേസ് കറക്റ്റ് മാറി. സിഎം ദ ടാർഗറ്റാ. ആ ഫേസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആശിഷ് വിദ്യാർത്ഥിയെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതൊരാരും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാവരും ഫാത്ത് പാസിൽ എന്നല്ല പറഞ്ഞ. മെയിനായിട്ടും അതെ, ഫാത്ത് പാസിൽ നിന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇതായിട്ട് ആ ഒരു കണ്ണിൽ വരുന്ന ഇതും ആ ഒരു സീരിയസ്നെസ്സും വരുമ്പോൾ കറക്റ്റ് പക്ക ആശിഷ് വിദ്യാർത്ഥിയായിട്ട് ഡ്യൂപ്പാന്ന് പറയാം കൊണ്ടുപോകാൻ പറ്റും. പലരുടെ ഡ്യൂപ്പായിട്ട് കുഴപ്പമില്ല. അല്ല, പക്ഷെ ഭയങ്കര സാമ്യം എനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കുറെ പേര് ഇങ്ങനെ ഫാത്ത് പാസിൽ എന്ന് പറയുന്നല്ലേ, നമുക്ക് ഫാത്ത് പാസിന്റെ ഒരു സാധനം ചെയ്താലോ? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോ എനിക്ക് അടുത്ത ഫാത്ത് പാസിലായിട്ട് തോന്നുമായിരിക്കും. ഓക്കെ, ഓൺ വോയിസ് ചെയ്യും. അല്ല, ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് പല ഇതിലും നമ്മൾ ഡബ് മീൻസ് ഇങ്ങനെ ലിപ്സിംഗ് കൊടുക്കുന്നത്. അതിപ്പം വിപിൻ തെളിയിച്ചു. ഓക്കെ, ഇപ്പൊ ഓൺ വോയിസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. കറക്റ്റ് ആ ഒരു എനിക്ക് തോന്നുന്നു ഫഹദിന്റെ സൗണ്ടും എടുക്കാട്ടോ. എടുക്കാം, എല്ലാരും എടുക്കാം, നോക്കാം. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായ കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ലോഡ്ജ് പോലത്തെ ഒരു വീട്ടിലേക്ക് ഒരു പെൺകൊച്ചിനെ തരിക എന്നൊക്കെ പറയുന്നത്, സൈസാറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. ആ പാവപ്പെട്ട 3 പെണ്ണുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യണ്ടേ? പക്ഷേ ബേബി ഡിഷ് എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ച് കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പിന്നെ സൈസാറിന് ഇപ്പോഴത്തെ ലോ അറിയാലോ, ഒരു പെണ്ണ് ഏത് തെണ്ടിയെ വേണേലും കേട്ടാൽ. കഷായത്തിന് ലോ അതായിപ്പോയി. അപ്പോൾ ഇവനൊരു പണിയൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട് മെച്ചപ്പെട്ടെന്ന് എനിക്ക് ബോധ്യം വരുന്ന ഒരവസ്ഥയിൽ നമുക്ക് സംസാരിച്ച പോരെ? ഞാൻ തിരിച്ചെടുക്കുന്നു. ആശിഷ് വിദ്യാർത്ഥിയല്ല, ഫാത്ത് പാസിൽ തന്നെ. അയ്യോ, കറക്റ്റ് സൗണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് ആരും ഇതാക്കണം. കാരണം നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുതായിട്ട് മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു. അല്ല, കറക്റ്റ് ഫാത്ത് പാസിന്റെ സൗണ്ട്, കറക്റ്റ് ഫാത്ത് പാസിന്റെ ആ ഒരു ഐ കോണ്ടാക്ട്, ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെ പറ്റുന്നു? ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഞാൻ പറഞ്ഞാലോ, നമ്മൾ കൂടുതലായിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുന്നോണ്ടായിരിക്കാം ചെയ്യാൻ പറ്റുക. ഇപ്പം ആരെങ്കിലും വേണേ ഫോൺ ചെയ്ത് പറ്റിക്കാം. ഫാത്ത് പാസിൽ വന്നു സൗണ്ട് കറക്റ്റ്, ആ ഒരു മോഡുലേഷൻ കറക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മുന്നിൽ ഇപ്പം ഇരിക്കുന്നത് ഷമ്മി ആണെന്ന് വരെ ഞാൻ വിചാരിച്ചു. ഓക്കെ, വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ആരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഓൺ വോയിസിൽ? ഓൺ വോയിസിൽ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓൺ വോയിസ് ഞാൻ അങ്ങനെ നോക്കാറില്ല. അല്ലാതെയുള്ള എന്തെങ്കിലും ആക്ടിങ് അങ്ങനെ എന്തെങ്കിലും നോക്കാറുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഫാമിലിയിലോട്ട് വരാന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടത്തി, കുട്ടികള്, വൈഫ്, കുഞ്ഞ്. ഓക്കെ. ഓ, കുട്ടിയൊക്കെ ഉണ്ട്. കല്യാണം കഴിച്ചാണോ? പക്ഷെ കണ്ടിട്ട് തോന്നില്ല. നേരത്തെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോ വൈഫ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ വൈഫ്. ഓക്കെ, എന്താ ചെയ്യണേ? വൈഫ് ഹൗസ് വൈഫാണ്. കുട്ടിയുണ്ട്, അവള് LKG പഠിക്കുന്നു.
LKG പഠിക്കുന്ന കുട്ടിയൊക്കെയുള്ള ഒരാളെ കണ്ട പറയത്തില്ല കേട്ടോ. എന്താണ് ഇതിന്റെ ഒരു രഹസ്യം എന്താണ്? ഈ ഒരു പോലീസുകാരനായതാണോ അപ്പം? അല്ല, പോലീസുകാരാകുമ്പോ ഇങ്ങനെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതാണോ? ഓരോരുത്തരുടെ ഇതാണല്ലോ. ഓക്കെ. അപ്പൊ മോളാണോ മോനാണോ? മോളാണ്. ഓക്കെ. അപ്പം മോളിങ്ങനെ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് മോളുടെ പപ്പ എന്താ വിളിക്കുന്ന വീട്ടില്? അപ്പ. അപ്പൊ മോളുടെ അപ്പ ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ അറിയുമ്പോ എന്താണ് റിയാക്ഷൻ വരുന്നത്? ഇല്ല, അതിനുള്ള ഒരു വിവരമൊന്നും ആയിട്ടില്ല. LKG ആയതല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് 2-3 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ്. ഒരു വയസ്സ് 2 വയസ്സോടൊക്കെ കഴിഞ്ഞാൽ മേ ബി അറിയായിരിക്കും. ഞാൻ അങ്ങനെ എന്റെ വീഡിയോസ് അങ്ങനെ അധികം കാണിക്കാറില്ല. ജസ്റ്റ് കണ്ടുപോകുന്നുണ്ട് കാണിക്കുക, അല്ലാതെ വീഡിയോ എടുക്കാനായിട്ടോ എടുക്കുന്നൊന്നും അങ്ങനെ കാണിക്കാറോ അങ്ങനെ ഒന്നും ഇല്ല. ഫാമിലിയെ അതുപോലെ റീലിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാനും ഞാൻ അങ്ങനെ അതെ, അത് ഞാൻ ആലോചിച്ച വൈഫ് അങ്ങനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി പോയത്. നോർമലി നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഇതാണ് ഇൻഫ്ലുവൻസസ്. കല്യാണം കഴിച്ചാൽ പെണ്ണ് കാണാൻ പോകുന്നത്, കല്യാണം മീൻസ് താലി കെട്ടുന്ന അടക്കം, പിന്നെ പ്രസവം അടക്കം. ഇപ്പൊ പ്രസവ റൂമിൽ വരെ വീഡിയോ ക്യാമറ ആയിട്ട് പോകുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ഫാമിലിയെ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അല്ല, അത് വേറെ ഒന്നുമല്ല. എന്തെങ്കിലും നെഗറ്റിവിറ്റി തെറിയേക്കുന്നത് ഞാൻ മാത്രം കേട്ടാൽ മതി, ഞാനായിട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ മാത്രം കേട്ടാൽ മതി. വെറുതെ വീട്ടുകാരെ അതിൻ്റെ അകത്തേക്ക് വലിച്ചടയ്ക്കണ്ടെന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് സിനിമയിൽ ഇപ്പൊ റോന്ത് പോലത്തെ സിനിമ, അല്ലെങ്കിൽ നമ്മുടെ കൽക്കി, പിന്നെ അങ്ങനെ കുറെ സിനിമകളുണ്ട്. അപ്പം അങ്ങനത്തെ മൂവീസിൽ നമ്മൾ കാണുന്ന പോലീസുകാരുടെ ഒരു ദ്രാഷ്ട്യ സ്വഭാവം ആണ്. അങ്ങനെ റിയൽ ലൈഫിലെ പോലീസുകാരും അങ്ങനെയാണോ? കുറച്ചൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ചല്ലേ. അതിപ്പോ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരിലും നല്ലതും ഉണ്ട്, ചീത്തയുണ്ട്. ഇതേ മനുഷ്യർ തന്നെയാണ് എല്ലാ വിഭാഗത്തിലും ജോലിക്ക് പോയിരുന്നത്. അപ്പൊ അവരുടെ സ്വാഭാവികമായിട്ടുള്ള മെന്റൽ സ്ട്രെസ്സിലും കാര്യങ്ങളിലും ഒക്കെ രണ്ടുകൂടെ ജോയിൻ ആയി കഴിയുമ്പോഴാവാം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. ഇപ്പോ ചില ആളുകൾക്കുണ്ട്, പോലീസുകാർക്കുണ്ട്, അതായത് ഈ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എന്തും ആവാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ ആളുകൾ ഉണ്ടെന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെ ഉണ്ടാവാം. എനിക്ക് കോൺട്രവേഴ്സി താല്പര്യമല്ല, എനിക്ക് ഈ ജോലി വേണം, എന്റെ ജോലി നീ കളയരുത് എന്താണ് മനസ്സിൽ വിചാരിച്ചത്? ഓക്കെ, ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത്, കാരണം എനിക്ക് നല്ല പോലീസുകാർ നല്ലോണം അറിയാം. എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് മീൻസ് ഏതറ്റം വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളെ എനിക്ക് അറിയാം. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ എല്ലാവരുടെ കേസും അല്ല, ചില ആളുകളുടെ കേസ്. ഇപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ടൊരു സംഭവം, ഇപ്പൊ ഒരു കോൺഗ്രസ് ഉദ്യോഗസ്ഥന് പോലീസുകാരും ഡ്രൈവേഴ്സ് എല്ലാം അടിച്ചിടിച്ച് ഇപ്പൊ ന്യൂസ് ഒക്കെ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ചിലർക്ക് എന്തും ആവാനുള്ളൊരു ലൈസൻസ് ആണോ പോലീസ് യൂണിഫോം എന്ന് ഞാൻ ചോദിക്കാൻ കാരണം. പറഞ്ഞു ഓരോരുത്തരുടെ ഓരോ മെന്റാലിറ്റി അല്ലേ. അതിലിപ്പോ ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം പറയുന്നത്? കോൺട്രവേഴ്സി ഇട്ടത് ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. ഓക്കെ. ഇപ്പം നമ്മുടെ ഇടുക്കിയിലാണ്, അവിടെ എങ്ങനെയുണ്ട്? എന്ത് മീൻസ് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ശാന്തമാണ്, അത്ര പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനം. അതെ. ജനമൈത്രി പോലീസ് സ്റ്റേഷനാണോ? എല്ലായിടത്തും ജനമൈത്രിയാണല്ലോ. അല്ല, ജനമൈത്രിയാണ്, ചിലടത്ത് ജനമൈത്രിയാണ്. എന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഞാനിപ്പോ 10 വർഷത്തെ സർവീസായി, ഏകദേശം കഴിഞ്ഞ 5 വർഷമായിട്ട് ഫോറൻസിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ജനമൈത്രി സ്റ്റേഷനോ അല്ല സ്റ്റേഷൻ നടക്കുന്ന പരിപാടികൾ സ്റ്റേഷനുമായിട്ടുള്ള ബന്ധങ്ങളില്ല. ഞാൻ എന്തെങ്കിലും ഇതുപോലെ കുറ്റകൃത്യങ്ങളോ പരിപാടികൾ, ഇപ്പോൾ എന്തെങ്കിലും കൊലപാതക ശ്രമങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിൻ്റെ തെളിവെടുക്കാനൊക്കെ ആയിട്ട് പോകുന്ന ഒരു ടീമിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ബോഡിയൊക്കെ കണ്ടുവരില്ലേ? എല്ലാം കണ്ടുവരും. അപ്പൊ എന്താണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്? ആദ്യം ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ അങ്ങനെ ചെറിയ ഇത് നമുക്ക് തോന്നി. പിന്നീട് കുഴപ്പമില്ല, കാരണം ഇപ്പൊ നമ്മുടെ ഏറ്റവും അവസാനം നമ്മൾ ഇത്ര ചിന്തിച്ചാൽ നമ്മുടെ ഒരു ശരീരത്തിന് ജീവനില്ല, നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ കിടക്കും. അപ്പൊ നമുക്ക് അതില് അവരോട് പരമാവധി റെസ്പെക്ട് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതിൽ വേറെ കാര്യങ്ങളില്ല. ഓക്കെ. അപ്പം അങ്ങനെ ഫസ്റ്റ് ടൈം കണ്ടിട്ട് വല്ല ട്രോമയോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഒരു ബുദ്ധിമുട്ട് തോന്നി, കാരണം നമ്മളങ്ങനെ ഇപ്പൊ ഈ ചെറുപ്പകാലത്താണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നോർമലി നമ്മൾ മരിച്ചു വീട്ടിൽ പോകാതെ അല്ലാതെ വേറെ എന്തെങ്കിലും ഹാങ്ങിങ്ങോ പരിപാടിയൊക്കെ ഉണ്ട്, സ്വാഭാവികമായിട്ട് വീട്ടുകാരെ നമ്മളെ കാണിക്കുകയല്ല. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ റിയലായിട്ട് നമ്മൾ കണ്ടു തുടങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ഇതുണ്ട്, ഇതെന്താണെന്നുള്ളൊരു ഇത് വരും. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ 1-2 സീനിൽ മാത്രമേ ഏറ്റവും തുടക്കത്തിൽ, പിന്നീട് അത് എന്നും കോമൺ അല്ലേ, എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്ര നമ്മളതിൽ നിന്ന് എന്തെങ്കിലും നമുക്കൊരു ഔട്ട്
കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ അതിൽ നിന്ന്. ഇപ്പൊ കണ്ട് ശീല, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല ഇല്ല. അപ്പൊ നമ്മൾ എന്തും നമ്മുടെ ലൈഫിൽ ശീലമായി കഴിഞ്ഞാൽ നമ്മൾ അതിന് യൂസ്ഡ് ആവുന്ന പറയുന്നത് തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഡോക്ടർമാരല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് നോക്കിയിട്ട് പോകുന്നു. കഴിഞ്ഞ ലോക്കൽ സ്റ്റേഷനിലെ പോലീസുകാരാണ് അത് ഇൻക്വസ്റ്റ് പരിപാടികളെല്ലാം ചെയ്യുന്നത്. അവർക്ക് ഞാൻ ഈ ചെയ്ത അല്ലെ കാണുന്നതിലും കഠിനമായിട്ടുള്ള പരിപാടിയാണ്, അതിലും കഠിനമായിട്ടുള്ള പരിപാടിയാണ് പോസ്റ്റ്മോർട്ടം പരിപാടിയിലേക്ക് വരുമ്പോൾ ഡോക്ടർമാർ ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ കയറി അപ്പം നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും താഴെയാണ്. നമുക്കാവുന്ന ഒരു വലിയ നമ്മൾ ചെയ്യുന്നതോ അല്ല നമ്മൾ കാണുന്നോ ഒന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ. സോ ഇങ്ങനെ ഒരുപാട് ബോഡീസ് കണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം ബിബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ആത്മാവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി ഉണ്ടെന്ന് ഫീൽ, കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, നൈറ്റൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും. അപ്പൊ ആ ഒരു ടൈമിനൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അല്ലെ? ഇടുക്കി പോലത്തെ മേഖലയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നാളെ മുതൽ ഇനി നീ ഒറ്റ കാരണം ഇല്ല, അങ്ങനെ ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ ഇനി ആലോചിക്കും, അയ്യോ ആരുണ്ടോ, ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. ഇപ്പം എന്തായിട്ട് മീൻസ് ഏത് സെക്ഷനിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? CPO ആണ്, സിവിൽ പോലീസ് ഓഫീസർ. ഓക്കെ, ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ലീവ് എടുത്തിരിക്കുകയാണോ? ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ മൊത്തം എത്ര ലീവ് കിട്ടുന്നുണ്ട്? അത് ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ച് ആൻഡ് ലീവ് എന്നൊക്കെ പറഞ്ഞ ലീവുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ SP അതേമാണ് അത് നമുക്ക് സാങ്ഷൻ ചെയ്യുന്ന ഒരു 30 ദിവസം അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും, കുഴപ്പമില്ല നമ്മളെ ലീവ് ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഒരു വർഷത്തെ എത്ര ലീവ് കിട്ടും? അത് പറഞ്ഞ് നമുക്ക് ക്യാഷ്വൽ ലീവ് ആയിട്ട് ഏകദേശം ഒരു 20-25 ലീവ് അങ്ങനെ വരും. അത് നമ്മൾ നോർമലി നമ്മുടെ ആവശ്യങ്ങളെ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്നതാണ്. അതല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാഫ് പേ ലീവ് എന്ന് പറഞ്ഞൊരു സെക്ഷനും ഉണ്ട്, ഏൺഡ് ലീവും ഉണ്ട്. ഈ ഏൺഡ് ലീവ് എന്ന് പറയുന്ന സാധനം നമ്മളായിട്ട് ഏൺ ചെയ്യുന്നതാണ്. ഇത്ര ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഒരു ലീവ് ക്രെഡിറ്റ് ആവും. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് നമ്മൾ ഏൺ ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം, എടുക്കാതെ വെക്കാം. അപ്പോൾ കഴിഞ്ഞ മാസം ഒരു 30 ഉണ്ടെങ്കിൽ നമുക്കത് ഈ മാസം നമുക്ക് അതുകൂടെ ചേർത്ത് വേണമെങ്കിൽ പല തവണകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വർഷം തന്നെ 2 തവണയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇപ്പം 10 വർഷത്തോളം സർവീസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നെങ്കിലും ഈ ജോലി എനിക്ക് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതെന്നെ തളർത്തുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാനായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട് കയറിയതാണ്. എൻ്റെ ചേട്ടൻ പോലീസിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ ജോലിക്ക് കയറിയിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. 4 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കയറുന്നത്. പിന്നെ ആദ്യം കിട്ടിയ ജോലിയാണ്, അതിന് കയറി. പിന്നെ വേറെ ജോലിക്കൊന്നും നോക്കിയില്ല. ഞാൻ ജോലി ചെയ്ത അന്തരീക്ഷവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഫോറൻസിക്കിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ. ഇപ്പൊ ലൈഫിൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ഒക്കെ എഴുതാനുള്ള കഥയുണ്ടോ? സ്ക്രിപ്റ്റ് 1-2 ഒക്കെ എഴുതിയായിരുന്നു. അത് നമ്മുടെ പോലീസ് സ്റ്റോറി വരണം, അല്ലാതെ രീതിയിൽ വരണം. ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കിയാണ് പോയത്. നമ്മുടെ തരുൺ ചേട്ടൻ്റെ ഒക്കെ എടുത്ത് ആദ്യം ഓപ്പറേഷൻ ജാവ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പോയതാണ്. ഇത് സിനിമയിലേക്ക് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ വലിയ റൈറ്റർ അല്ലല്ലോ, സിനിമയിലേക്ക് കയറാൻ വേണ്ടി റൈറ്റ് ചെയ്തത്. അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതെങ്ങനെ അവിടെ ഇരിക്കുന്നു, ഒന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പൊ അതിലേക്ക് നോക്കുന്നില്ല. കാരണം അതിലേക്ക് നോക്കിയാൽ ഇതൊന്നും നടക്കുകയില്ല. നമ്മൾ പരമാവധി ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ആയ പിന്നെ പരമാവധി ഇത് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് പോകാനായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പം പോലീസ് ഓഫീസറായിട്ട് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? പോലീസ് ഓഫീസറായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് അതിൻ്റെ ട്രെയിനിങ്ങിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള പരിപാടികൾ. അത് ഇന്ന സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തായാലും നമ്മൾ റെഡി ആയിട്ട് അവിടെ എത്തിയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കൃത്യനിഷ്ഠ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ചെയ്യാനായിട്ട്. അത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഓക്കെ. അപ്പം കൃത്യനിഷ്ഠതയാണ് ഏറ്റവും പഠിച്ച പാഠം. തീർച്ചയായിട്ടും. വേറെ ഒന്നും പഠിച്ചില്ല? വേറെ ഒരുപാടുണ്ട്. ഇതാണ് സാധാരണയായ ഒരാളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പോലീസുകാരനാക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. പോലീസിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ കാണുന്നു. ഇപ്പൊ പട്ടാളത്തിലാണേലും പോലീസിലാണേലും കൃത്യനിഷ്ഠത എന്നൊരു സംഭവം ഉണ്ട്. ഓക്കെ. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങൾ അങ്ങനെ വരും. അപ്പം വീട്ടിൽ
മുഴുവനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, എനിക്ക് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, റിയൽ ലൈഫിൽ ഒരു പോലീസുകാരൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും. നൈറ്റ് ഡ്യൂട്ടികൾ കൂടുതലായിട്ടും വരുന്നത് ഈ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ലീവ് കുറവ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അതർവൈസ് നമ്മൾ ക്യാമ്പിന്റെ സ്ട്രെങ്തിൽ നിൽക്കുമ്പോൾ പല പല ഡ്യൂട്ടികളായിരിക്കും, എവിടെയെങ്കിലും ഗാർഡ് ഡ്യൂട്ടികൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഡ്യൂട്ടികളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചിലപ്പം ഒന്നിച്ചെടുത്തിട്ട് അതിലവിടെ ചേർത്ത് വെച്ചിട്ടായിരിക്കും. ഇപ്പം എല്ലാ ദിവസവും വീട്ടിൽ പോകുന്ന ഒരു കണ്ടീഷൻ ഇല്ല. ഒരു 8 ദിവസം അല്ല 10 ദിവസം വർക്ക് ചെയ്തിട്ടായിരിക്കും 3 ദിവസമൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് കുഴപ്പമില്ലാതെ ടാലിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ടാണ് ഇതുപോലെ ഓരോ സാഹസികമായിട്ടുള്ള റീലൊക്കെ ചെയ്യുന്നത്. അതും ബാക്ക് ക്യാമിൽ. സാധാരണ നമ്മളൊക്കെ ഫ്രണ്ട് ക്യാമിൽ വെച്ച് അയ്യോ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ, അത് ലിപ്സിംഗ് ഒന്നും കറക്റ്റായ ഭാഗ്യം അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഓൺ വോയിസിലും ട്രൈ ചെയ്താൽ ഭയങ്കര അടിപൊളിയായിട്ട് ഫഹദ് ഫാസിലിൻ്റെ ഒക്കെ ഒരുപാട് റീലുകൾ ചെയ്യുക. ഫഹദ് ഫാസിലിനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റിയിട്ടില്ല. ഇല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ വീഡിയോ എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞത് സിനിമയിലെ ഏറ്റവും ടെക്നിക്കൽ സ്റ്റൈലിൽ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് ശരിക്കും അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ അദ്ദേഹത്തെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവരെ കാണിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം കാണുന്നതിലുപരി അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യാനിരിക്കുന്ന ആൾക്കാരാണ് ഇത് കാണേണ്ടത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും അത് മനസ്സിലായി, എന്താണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി. എനിക്ക് തോന്നുന്നു എന്നേലും കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. അതർവൈസ് നമ്മുടെ വർക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. എന്തായാലും ഒരു സാഹചര്യം എത്തുമ്പോൾ അത് കാണുമെന്ന് വിചാരിക്കും. നേരിട്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഫഹദ് ഫാസിലിന്റെ കൂടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാനൊരു അവസരം ലഭിക്കട്ടെ, നല്ലൊരു ക്യാരക്ടർ കിട്ടട്ടെ. അപ്പം ഇത്രയും നേരം ആക്ടർ കോപ്പ് എന്ന് പറയാം. ബിബിൻ ജോസഫ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതിലുപരി ഒരു ആക്ടറാണ്. ഇപ്പം ഒരു റോള് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടൈം കൊണ്ടാണ് ഡയലോഗ് പഠിച്ച് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് യാതൊരു ലിപ്സിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓൺ വോയിസിലായിട്ടാണേലും ഡയറക്റ്റ് ചെയ്യും. അത് വളരെ നല്ലൊരു കഴിവാണ്. വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. അവസാനമായിട്ട് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? അവസാനമായിട്ട് അവസാനമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പാട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി ലേറ്റ് ആയാലും വരും. അപ്പോൾ അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കൂടെ നിൽക്കുക. താങ്ക് യു. താങ്ക് യു.